ഹായ്, എയ്സാപ്പിൻ്റെ പുതിയ ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ജൂലൈ മാസം 20 നടന്ന അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻസാണ്, ഇംഗ്ലീഷിൻ്റെ ഭാഗത്തുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. 10 ക്വസ്റ്റ്യൻസാണ്. പുതിയ ക്വസ്റ്റ്യൻ പരിഷ്കരണത്തിന് ശേഷം ആദ്യമായി നടന്ന ഒരു എക്സാമാണ് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടേത്. അപ്പോൾ അതിലെ 10 ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഭാഗ്യവശാൽ ഈ 10 ചോദ്യങ്ങളും സർവീസ് സഹകരണ ബോർഡ് ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ ഒരു ചോദ്യം പോലും ഡിലീഷൻ ചെയ്തിട്ടില്ല. എല്ലാ ചോദ്യങ്ങളും കൃത്യമായി ആൻസറുള്ള ചോദ്യങ്ങളായിരുന്നു. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് പെയർ ഓഫ് പ്രെപ്പസിഷൻസ് ഫ്രം ദ ചോയ്സസ് ഗിവൺ ബിലോ എന്നാണ്. പ്രെപ്പസിഷൻ്റെ ഭാഗത്ത് അപ്പം CSEBയുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കൃത്യമായ ഒരു ടോപ്പിക്കാണ് പ്രെപ്പസിഷൻ എന്നത്. ചോദ്യം പ്രെപ്പസിഷൻ 2 സ്ഥലങ്ങളിൽ ചേർക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ CSEBൻ്റെ നമ്മൾ ക്ലാസ് ചർച്ച ചെയ്തപ്പോൾ മുൻ വർഷത്തെ 2025 ഫെബ്രുവരി മാസം നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്ത CSEBൻ്റെ ക്വസ്റ്റ്യൻസിൽ, ക്ലർക്ക് കാഷ്യറുടെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ പ്രെപ്പസിഷൻ്റെ ഭാഗം പരാമർശിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ദ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ബിൽഡിംഗ് ഈസ് ലൊക്കേറ്റഡ് ഡാഷ് പാളയം ഡാഷ് തിരുവനന്തപുരം എന്നാണ്. നമുക്കറിയാം, അറ്റ് ഈസ് യൂസ്ഡ് ബിഫോർ സ്മോൾ പ്ലേസസ് വില്ലേജസ് എറ്റ്സെട്ര. ചെറിയ സ്ഥലങ്ങളുടെ പേരിന് മുമ്പിൽ എപ്പോഴും എന്തുപയോഗിക്കും? അറ്റ് ഉപയോഗിക്കും. ദെൻ ഇൻ ഈസ് യൂസ്ഡ് ബിഫോർ ബിഗ് പ്ലേസസ് ഓർ ബിഗ് ടൗൺസ് ഓർ സിറ്റീസ് എന്നാണ് പറയുക. ഇപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങൾ തിരുവനന്തപുരം എന്നത് പാളയം എന്ന സ്ഥലവുമായി താരതമ്യം ചെയ്യുമ്പോൾ പാളയം എന്നത് ചെറിയ സ്ഥലവും തിരുവനന്തപുരം എന്നത് വലിയ സ്ഥലവുമാണ്. ആൻസർ പ്രകാരം അറ്റ്, ഇൻ എന്നിവയാണ്. അറ്റ്, ഇൻ എന്നിവയാണ്. അപ്പോൾ എ എന്ന ആൻസറാണ് നമുക്കിവിടെ കൊടുക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ ക്വസ്റ്റ്യനിൽ സിലബസ് പ്രകാരമുള്ള ഒരു ചോദ്യം പറഞ്ഞിരിക്കുന്നു, അത് പ്രെപ്പസിഷൻ എന്നതാണ്. രണ്ടാമത്തെ എന്താ? ഐഡൻറ്റിഫൈ ദ ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെൻറ്റൻസ്. അപ്പോൾ സെൻറ്റൻസ് കറക്ഷൻ എന്ന പാർട്ടിലാണ് ഈ ചോദ്യം വരുന്നത്. സെൻറ്റൻസ് കറക്ഷൻ അല്ലെങ്കിൽ കറക്റ്റ് സെൻറ്റൻസ് ഗ്രാമാറ്റിക്കലി എന്ന പാർട്ടിലാണ് ഈ ചോദ്യം വരുന്നത്. അപ്പോൾ ഗ്രാമാറ്റിക്കലി കറക്റ്റ് എന്ന പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് എന്ന ഭാഗമാണ്. സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കെൻകോഡ് എന്ന ഭാഗത്താണ് ഈ ചോദ്യം വന്നത്. അത് CSEBൻ്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ പ്രെപ്പസിഷൻ്റെ ഭാഗത്തൊരു ചോദ്യം വന്നു. പിന്നെ വന്നിരിക്കുന്നത് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് എന്നതാണ്. ആസ് വെൽ ആസ് ഉപയോഗിച്ചിട്ടോ, ടുഗദർ വിത്ത് ഉപയോഗിച്ചിട്ടോ, വിത്ത് ഉപയോഗിച്ചിട്ടോ, അക്കമ്പനീഡ് ബൈ ഉപയോഗിച്ചിട്ടോ, വെൻ ടു നൗൺസ് ആർ കമ്പൈൻഡ് ബൈ ഓർ വെൻ ടു സബ്ജക്ട്സ് ആർ ജോയിൻഡ് ബൈ ആസ് വെൽ ആസ് ടുഗദർ വിത്ത് അക്കമ്പനീഡ് ബൈ എറ്റ്സെറ്ററ. ദ വേർബ് എഗ്രീസ് വിത്ത് ദി ഫസ്റ്റ് നൗൺ ഓർ ഫസ്റ്റ് സബ്ജക്റ്റ്. ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചാണ് ക്രിയ വരേണ്ടത്. ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലറാണ്. ഇഫ് ദ ഫസ്റ്റ് സബ്ജക്റ്റ് ഈസ് സിംഗുലർ, ദ വേർബ് ഷുഡ് ബി സിംഗുലർ. ദെൻ ഇഫ് ദ സബ്ജക്റ്റ് ഈസ് ഫസ്റ്റ് സബ്ജക്റ്റ് ഈസ് പ്ലൂരൽ, സെക്കൻഡ് വേർബ് വിൽ ബി പ്ലൂരൽ. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് സിംഗുലർ വേർബ്, പ്ലൂരൽ സബ്ജക്റ്റ് ടേക്സ് പ്ലൂരൽ വേർബ്. യെസ്, ആൻസർ പ്രകാരം ബി എന്നതാണ്. ദി സെക്രട്ടറി ആസ് വെൽ ആസ് ദ അസിസ്റ്റൻസ് ഈസ് അറ്റൻഡിങ് എ മീറ്റിംഗ്. ഇവിടെ പ്രാധാന്യം ആർക്കാണ്? സെക്രട്ടറി എന്നതിനാണ്. സെക്രട്ടറി എന്നത് ഏകവചന സബ്ജക്റ്റാണ്. അപ്പോൾ ക്രിയ എന്തായിരിക്കണം? ഏകവചനമായിരിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ആൻഡ് സപ്ലൈ ഇറ്റ് ടു ദ ഫോളോയിങ് സെൻറ്റൻസ്. ദേ വിൽ ടേക്ക് ദ എക്സാമിനേഷൻ എന്നാണ്. ദേ വിൽ ടേക്ക് ദ എക്സാമിനേഷൻ എന്നാണ്. ഇവിടെ വന്നിരിക്കുന്ന ഓക്സിലറി വെർബ് ശ്രദ്ധിക്കാം, വിൽ എന്നതാണ്. വിൽ പ്ലസ് നോട്ട് വിൽ നോട്ട്. വിൽ പ്ലസ് നോട്ട് വിൽ നോട്ട് ഈസ് ഈക്വൽ ടു വോണ്ട്. അപ്പോൾ വിൽ പ്ലസ് നോട്ട് വിൽ നോട്ട്, അതിൻ്റെ ഷോർട്ട് ഫോം ഏതാ? നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ എപ്പോഴും ഷോർട്ട് ഫോം ഉപയോഗിക്കുക. വിൽ പ്ലസ് നോട്ട് വിൽ നോട്ട്, ഷോർട്ട് ഫോം വോണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വിൽ എന്നതാണ്. ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പോസിറ്റീവ്. ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പോസിറ്റീവ്, ടാഗ് വിൽ ബി നെഗറ്റീവ്. തന്നിരിക്കുന്ന വാചകത്തിലെ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്, ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് വോണ്ട് ദേ എന്നാണ്. ഡി എന്നതാണ് ആൻസർ. ഡി എന്നതാണ് ആൻസർ. നാലാമത്തതും സിലബസ് പ്രകാരം പറഞ്ഞിരിക്കുന്ന ഒന്നാണ്. ചേഞ്ച് ദ ഫോളോയിങ് അസേർട്ടീവ് സെൻറ്റൻസ് ഇൻ ടു ആൻ ഇൻറ്ററോഗേറ്റീവ് വൺ.
തന്നിരിക്കുന്ന വാചകത്തെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. തന്നിരിക്കുന്ന അസേർട്ടീവ് സെൻറ്റൻസ് ആണ്, പ്രസ്താവനാ വാചകമാണ്, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. അതിന് എന്ത് ചെയ്യണം നമ്മൾ? ചോദ്യവാചകത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. ചോദ്യവാചകത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വി കനോട്ട് ലിവ് വിത്തൗട്ട് ഓക്സിജൻ എന്നാണ്. നമുക്ക് വായുവില്ലാതെ എന്ത് ചെയ്യാൻ കഴിയില്ല? ജീവിക്കാൻ കഴിയില്ല എന്നാണ്. ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുമ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെയാണ്? AV ഓക്സിലറി വേർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് MV മെയിൻ വേർബ്, AV പ്ലസ് സബ്ജക്റ്റ് പ്ലസ് MV പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ തന്നിരിക്കുന്ന ഓക്സിലറി വെർബ് ഏതാ? ക്യാൻ എന്നാണ്. ക്യാൻ എന്നതിനെ നമ്മൾ മുമ്പിലോട്ടുണ്ടോ? അപ്പോൾ വി കനോട്ട് ലീവ് വിത്തൗട്ട് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾക്ക് എന്താ ചോദ്യം ചോദിക്കേണ്ടത്? ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? യു ആർ എ സ്റ്റുഡൻറ്റ്, അതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ ആർ യു എ സ്റ്റുഡൻറ്റ് എന്നാണ്, അല്ലേ? ആർ യു എ സ്റ്റുഡൻറ്റ്. അപ്പോൾ സ്വാഭാവികമായി ഓക്സിലറി വെർബിനെ കൊണ്ടുവന്നു മുൻപിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ തന്നിരിക്കുന്ന വാചകത്തിൽ ക്യാൻ എന്ന ഓക്സിലറി വെർബാണ്. അപ്പോൾ ആ ക്യാൻ എന്നതിന് എന്ത് ചെയ്യും? നമ്മൾ മുൻപിലേക്ക് കൊണ്ടിരിക്കും. അപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത്. ഇൻട്രോഗേറ്റീവ് എന്നതിനെ നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 2. ദേ ആർ WH ക്വസ്റ്റ്യൻസ് ആൻഡ് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഹിയർ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്യാൻ വി ലിവ് വിത്തൗട്ട് ഓക്സിജൻ? ആൻസർ സി എന്നതാണ്. ക്യാൻ വി ലീവ്. അപ്പോൾ നമുക്ക് സിലബസ് പ്രകാരം പറഞ്ഞിരിക്കുന്നു ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. There are 4 kinds of sentences. They are assertive, interrogative, imperative and exclamatory. യെസ്, വീണ്ടും കൃത്യമായി സർവീസ് സഹകരണ ബോർഡ് സിലബസ് പ്രകാരമാണ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ചോദിച്ചിട്ടുള്ളത്. 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാർക്ക് ദ ഇൻകറക്റ്റ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ. ഇവിടെ തെറ്റായ ഭാഗം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇൻകറക്റ്റ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ. തെറ്റായ ഭാഗം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായ ഭാഗം. വൈൽ ഐ വാസ് കംപ്ലൈനിങ് ഓഫ് ലോൺലിനെസ് ഐ റിയലൈസ്ഡ് ദാറ്റ് യാർഡ് സീംഡ് എംപ്റ്റി ആൻഡ് ഡിസേർട്ടഡ് വാസ് ഫുൾ ഓഫ് ലൈഫ് എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ പ്രത്യക്ഷത്തിൽ തന്നെ ആൻസർ കിട്ടും. ഒരേ വേർഡ് റിപ്പീറ്റഡായി വന്നിട്ടുണ്ട്. ഒരേ വേർഡ് ഏതാ റിപ്പീറ്റഡായി വന്നത്? സി സെക്ഷനിലാണ് റിപ്പീറ്റഡായി വന്നിട്ടുള്ളത്. സി സെക്ഷനിൽ എന്താ റിപ്പീറ്റഡ്? ബി സെക്ഷനിൽ ഐ റിയലൈസ്ഡ് ദാറ്റ്. ആ ദാറ്റ് എന്ന കൺജങ്ഷൻ വീണ്ടും എന്തിരിക്കുന്നു? അതിനുശേഷം വന്നിരിക്കുന്നു. സോ ആ ഭാഗത്താണ് ദ മിസ്റ്റേക്ക് ലൈസ് ദർ. അവിടെയാണ് എന്ത് ചെയ്യുന്നത്? തെറ്റ് കിടക്കുന്നത്. യെസ്, അപ്പോൾ ആൻസർ സി എന്നതാണ്. സി എന്ന ഭാഗത്താണ് തെറ്റ്. അപ്പോൾ നമ്മളോട് സെൻറ്റൻസ് കറക്ഷൻ എന്നത് പ്ലസ് ടെൻസുമായി റിലേറ്റഡ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 6ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വീണ്ടും ഇൻകറക്റ്റ് സെൻറ്റൻസ് കണ്ടുപിടിക്കാനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഈസ് ഇൻകറക്റ്റ്? താഴെ കൊടുത്ത വാചകങ്ങളിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? അപ്പോൾ നമുക്കറിയാം തന്നിരിക്കുന്ന 4 വാചകങ്ങളിലും സിൻസ് എന്ന പ്രെപ്പസിഷൻ ഉപയോഗിച്ചിരിക്കും. സിൻസ് എന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പ്രെപ്പസിഷൻ, preposition which refers to a point of time or when an action begins in the past. ഭൂതകാലത്തിൽ എപ്പോഴാണ് ഒരു പ്രവൃത്തി തുടങ്ങുന്നത് എന്ന് കാണിക്കാനാണ് ഏത് ഉപയോഗിക്കുക? സിൻസ്. അപ്പോൾ സിൻസ് ഉപയോഗിക്കുന്ന വാചകങ്ങൾ ഏതൊക്കെ ടെൻസിൽ വരും? പ്രസൻറ്റ് പെർഫെക്റ്റിൽ വരാം, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരാം. ഇപ്പോൾ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് ഏതാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സൂത്രവാക്യം എന്താ? ദ ഫോം ഓഫ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. അങ്ങനെയുള്ളൊരു വാചകമേ എവിടെയുള്ളൂ? അങ്ങനെയുള്ള വാചകമാണ് എ എന്നത്. ഷീ ഈസ് ഇൻകറക്റ്റ് സെൻറ്റൻസാണ് പറയുന്നത് കേട്ടോ. ഇൻകറക്റ്റ് സെൻറ്റൻസാണ് പറയുന്നത്. ഇൻകറക്റ്റ് സെൻറ്റൻസ് ആയിട്ടുള്ളത് എന്താ? ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ സിൻസ് 2 years എന്നാണ്. സിൻസ് 2 years. അപ്പോൾ ഇൻകറക്റ്റ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ സിൻസ് ഉപയോഗിച്ചിട്ട് തെറ്റായിട്ടുള്ള വാചകം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. തെറ്റായിട്ടുള്ള വാചകം കണ്ടുപിടിക്കുമ്പോൾ സ്വാഭാവികമായും സിൻസ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലല്ല ഏത് വരുന്നത്? സിൻസ് വരുന്നത്. ഒന്നുകിൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലായിരിക്കും, അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും. ഇനി നമുക്ക് മറ്റു വാചകങ്ങൾ ശ്രദ്ധിക്കാം. ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ സിൻസ് 2023.
ആ വാചകത്തിൽ ഒരു തെറ്റുമില്ല. രണ്ടാമത്തെ നമുക്ക് നോക്കാം. ഷീ ഹാസ് വെയിറ്റഡ് ഫോർ യുവർ റിപ്ലൈ ഫോർ 2 years നൗ എന്നാണ്. അപ്പോൾ ഫോർ എന്നതിൻ്റെ പ്രത്യേകം എന്താ? പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കാം, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കാം, ഏത് ഉപയോഗിച്ച പോലെ തന്നെ, സിൻസ് ഉപയോഗിച്ച പോലെ തന്നെ. അപ്പോൾ ആ വാചകത്തിലൊരു തെറ്റുമില്ല. ഇനി അതിനെ തന്നെ നമുക്ക് മാറ്റി എഴുതാം. ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ ഫോർ 2 hours, അല്ലെങ്കിൽ 2 years, അല്ലെങ്കിൽ ഫോർ 2 months, അല്ലെങ്കിൽ ഫോർ 2 weeks, ഇങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ ഡ്യൂറേഷനാണ് കാണിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഫോർ ഉപയോഗിച്ചു. പോയിൻ്റ് ഓഫ് ടൈം ആണെങ്കിൽ അവിടെ സിൻസ് വെച്ച്. അപ്പോൾ ഇൻകറക്റ്റ് സെൻറ്റൻസ് എന്ന് പറയാൻ അത് എ മാത്രമേ ഉള്ളൂ. 7th one, മാർക്ക് ദ മോസ്റ്റ് നാച്ചുറൽ പാസീവ് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ്. അതായത് സ്വാഭാവികമായും പാസീവ് വോയിസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റ് ഏതാണ്? പീപ്പിൾ എന്നതാണ്. പീപ്പിൾ എന്താണ് പീപ്പിളിൻ്റെ പ്രത്യേകത? പീപ്പിൾ എന്ന് വെച്ചിട്ടാണ് ഒരു വാചകം ആരംഭിക്കുന്നതെങ്കിൽ വെൻ എ സെൻറ്റൻസ് ബിഗിൻസ് വിത്ത് പീപ്പിൾ ഇറ്റ് ഈസ് ഒമിറ്റഡ് ഇൻ ദി പാസീവ് വോയിസ്. അതെന്ത് ചെയ്യും? നമ്മൾ വിട്ടുകളയും. വൈ? എന്തുകൊണ്ട് നമ്മൾ വിട്ടുകളയുന്നത്? ബിക്കോസ് പീപ്പിൾ ഈസ് ട്രീറ്റഡ് ആസ് അൺഇമ്പോർട്ടൻറ്റ് ഇൻ ദി പാസീവ് സ്ട്രക്ചർ. പാസീവ് സ്ട്രക്ചറിൽ ഏത് വേണ്ട? നമുക്ക് പീപ്പിൾ എന്ന സാധനം വേണ്ട. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാചകം ഏതാണ്? പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ഓൾ ഓവർ ദ വേൾഡ്. ഹൈസ്കൂൾ ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് കോമ്പോസിഷൻ ബൈ റെൻ ആൻഡ് മാർട്ടിൻ. ആഗോളതലത്തിലുള്ള ഒരു പുസ്തകമാണ് അത്. ഇംഗ്ലീഷ് അധ്യാപകരെല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു പുസ്തകം. PSC അധ്യാപകർക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് PSC നിർദ്ദേശിക്കുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ നിന്നാണ് CSEBൻ്റെ ചോദ്യം എടുത്തിരിക്കുന്നത്. ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എല്ലാ PSC എക്സാമിനേഷനിലും അതുപോലെ തന്നെ എല്ലാ പരീക്ഷകളിലും മുൻവർഷം ചോദിച്ചിട്ടുണ്ട്. അത് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പരീക്ഷയ്ക്കും ചോദിച്ചു എന്നുള്ളതാണ്. സോ പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ഓൾ ഓവർ ദ വേൾഡ് എന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു വാചകമാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള വാചകമാണെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കറിയാം തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ഇൻ ദി പാസീവ് വോയിസ് ഏതൊക്കെ ഓക്സിലറി വെർബ് ഉപയോഗിക്കുക? ഈസ് ഉപയോഗിക്കാം, ആം ഉപയോഗിക്കാം, ആർ ഉപയോഗിക്കാം. ഹിയർ ഇംഗ്ലീഷ് ഈസ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ബിക്കംസ് സബ്ജക്റ്റ് ഇൻ ദി പാസീവ് വോയിസ്. അപ്പോൾ ഇംഗ്ലീഷ് എന്നതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അതെന്തായി മാറി? സബ്ജക്റ്റായി മാറി. അപ്പോൾ ഇംഗ്ലീഷ് ഈസ് സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ഓൾ ഓവർ ദ വേൾഡ് എന്നാണ്. ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ഓൾ ഓവർ ദ വേൾഡ്. ആൻസർ ഡി എന്നതാണ്. ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത അനേകം പരീക്ഷകളിൽ ചോദിച്ചതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഹൈസ്കൂൾ ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് കോമ്പോസിഷൻ എന്ന പുസ്തകത്തിലുള്ളതാണ്. 8ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 8. വിച്ച് ഓഫ് ദ ഗിവൺ ചോയ്സസ് റിഫ്ലെക്ട്സ് ദ മോസ്റ്റ് അക്സെപ്റ്റബിൾ സെൻറ്റൻസ് വെൻ ദ ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഈസ് ചേഞ്ച്ഡ്? നമുക്ക് തന്നിരിക്കുന്ന വാചകം അഹമ്മദ് ഈസ് സ്മാർട്ടർ ദാൻ മുഹമ്മദ് എന്നാണ്. ആ വാചകം ഏത് ഡിഗ്രിയിൽ? അപ്പം പറഞ്ഞിരിക്കുന്നത് CSEBയിലെ സിലബസ് പ്രകാരം ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ ജൂനിയർ ക്ലർക്ക് കാഷ്യറുടെ എക്സാമിന് എന്തുണ്ടായിരിക്കുന്നതല്ല? ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന പാർട്ട് ഏതിന് ചോദിച്ചു? അസിസ്റ്റൻറ്റ് സെക്രട്ടറി. അത് ഡിഗ്രി ലെവൽ പരീക്ഷ ആയതുകൊണ്ടാണ്. അപ്പോൾ മുഹമ്മദ് ഈസ് സ്മാർട്ടർ ദാൻ അല്ലെങ്കിൽ അഹമ്മദ് ഈസ് സ്മാർട്ടർ ദാൻ മുഹമ്മദ്, നേരെ വേണേൽ തിരിച്ചും പറയാം, മുഹമ്മദ് ഈസ് സ്മാർട്ടർ ദാൻ അഹമ്മദ് പറയാം. പക്ഷേ സെൻറ്റൻസ് ഏതിലാണ്? സെൻറ്റൻസ് കമ്പാരറ്റീവ് ഡിഗ്രിയിലാണ്. എങ്ങനെ മനസ്സിലായി? ആഫ്റ്റർ ദ കമ്പാരറ്റീവ് വേർഡ് ദാൻ ഈസ് യൂസ്ഡ് ഹിയർ. ഇവിടെ എന്ത് ഉപയോഗിച്ചിരിക്കുന്നു? ദാൻ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ മാറ്റി എഴുതുമ്പോൾ ഏതിലത്തേക്കാണ് മാറ്റേണ്ടത്? തൊട്ടടുത്ത നേരെ റിവേഴ്സ് ഓർഡറിലേക്കാണ് പോകുന്നത്. അസെൻഡിങ് ഓർഡറിലേക്ക് അല്ല പോകുന്നത്, ഡിസെൻഡിങ് ഓർഡർ, ആരോഹണ ക്രമത്തിലല്ല പോകുന്നത്, അവരോഹണ ക്രമത്തിൽ നേരെ റിവേഴ്സിലേക്കാണ് വരും. എപ്പോഴും അങ്ങനെയാണ് എക്സാമിന് ചോദിക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കമ്പാരിറ്റീവ് ഡിഗ്രി എന്ത് ചെയ്യണം? പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് മുഹമ്മദ് എന്ന പാർട്ട് പോസിറ്റീവ് ഡിഗ്രി ഏറെ വരും? ആദ്യം വരും. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ മുഹമ്മദ് ഈസ് നോട്ട് ആസ് സ്മാർട്ട് ആസ് അഹമ്മദ്. മുഹമ്മദ് ഈസ് നോട്ട് ആസ് സ്മാർട്ട് ആസ് അഹമ്മദ്. ആൻസർ ഡി ആണ്. 9ാമത്തേത് ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട ചോദ്യം എന്ന് പറയുമ്പോൾ ടു പാസ് ഔട്ട് എന്നതാണ് നമ്മളോട് ചോദിച്ചത്. ടു പാസ് ഔട്ട്. പാസ് ഔട്ട് എന്നതിൻ്റെ മീനിങ് ബി എന്നതാണ്. ടു ഫെയിൻറ്റ് ഓർ ലോസ് കോൺഷ്യസ്നെസ് എന്നാണ്. കോൺഷ്യസ്നെസ് എന്നാണ്. എന്താണ് കോൺഷ്യസ്നെസ്? ബോധം നഷ്ടപ്പെടുക എന്നാണ് അർത്ഥം, അല്ലേ? കോൺഷ്യസ്നെസ് പോവുക എന്നാണ് പറയുക, ബോധം നഷ്ടപ്പെടുക എന്നാണ്. ദെൻ 10th question, which of the following options is the correct one word substitute for the sentence below?
ഇതിൻ്റെ പ്രത്യേകത ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ PYQ പരിശോധിച്ചാൽ എല്ലാ കേരള PSCയുടെ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ SSCൻ്റെ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പരീക്ഷയ്ക്കെല്ലാം റിപ്പീറ്റഡായി വന്നിട്ടുള്ളതാണ്. ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ഇനിയും പഠിച്ചു വെക്കേണ്ട ഒരു ചോദ്യമാണ്. വൺ ഹൂ ലവ്സ് മാൻകൈൻഡ് ആൻഡ് വർക്ക്സ് ഫോർ ഹ്യൂമൻ വെൽഫെയർ. മനുഷ്യ രാശിക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആൾ, മനുഷ്യവർഗത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആൾ. യെസ്, അതിൻ്റെ ഉത്തരമാണ് ഫിലാൻത്രോപ്പിസ്റ്റ്. ഓപ്പോസിറ്റ് മിസാൻത്രോപ്പിസ്റ്റ്. ഇത്രയും ചോദ്യങ്ങളാണ് ചോദ്യ പരിഷ്കരണത്തിന് ശേഷം, സിലബസ് റിവൈസ് ചെയ്തതിന് ശേഷം, 100 മാർക്കിൻ്റെ പരീക്ഷയാക്കിയതിന് ശേഷം സർവീസ് സഹകരണ ബോർഡ് നടത്തിയ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ പരീക്ഷ ഏറ്റവും നല്ലൊരു എക്സാം ആയിരുന്നു. ഒരു ചോദ്യം പോലും അതിൽ ഡിലീറ്റ് ചെയ്ത് കാണുന്നില്ല. എല്ലാ ചോദ്യങ്ങളും നിലനിർത്തിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും വിജയാശംസകൾ.